दया धर्म का मूल है पाप मूल अभिमान। तुलसी दया न छोड़िए जब तक गढ़ में प्राण। तुलसीदास कहते हैं कि दया ही धर्म का आधार है और अहंकार पाप का मूल कारण है। जब तक मनुष्य के शरीर में प्राण है उसे कभी भी दया नहीं छोड़नी चाहिए। धर्म के पालन के लिए मनुष्य को दयालु होना परम ആവശ്യം है। തുളസീദാസ് പറയുന്നത് ദയ എന്നത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ്. അഹങ്കാരം എന്നത് പാപത്തിനുള്ള മൂലകാരണവും. മനുഷ്യ ശരീരത്തിൽ ജീവനുള്ള സമയം വരെ ദയ കൈവിടാൻ പാടില്ല. പാലനത്തിനായി മനുഷ്യനെ ദയാലുവാവുക പരമപ്രധാനമാണ്. സജീവ് വൈദ്യ ഗുരു തീനി ജോ പ്രിയ ബോലഹി ബയ്യാസ് രാജധർമ്മ തനി തിനി കർ ഹോയി വേഗി नास। तुलसीदास कहते हैं कि मंत्री वैद्य और गुरु ये तीनों यदि भय या लाभ की इच्छा से सच न बताए राज शरीर और धर्म ये तीनों तुरंत ही नष्ट हो जाएंगे। यदि मंत्री राजा को, वैद्य रोगी को और गुरु शिष्य को भय या लाभ की इच्छा से कुछ करे तो नुकसान ही होगा। തുളസിദാസ് പറയുന്നത് മന്ത്രി, വൈദ്യൻ, ഗുരു ഈ മൂന്നുപേരും ഭയം മൂലമോ ലാഭേച്ഛ കൊണ്ടോ സത്യം പറയുന്നില്ല എങ്കിൽ രാജ്യം, ശരീരം, ധർമ്മം ഇവ മൂന്നും പെട്ടെന്ന് തന്നെ നഷ്ടമാകും. മന്ത്രി രാജാവിനോട്, വൈദ്യൻ രോഗിയോട്, ഗുരു ശിഷ്യനോട് ഭയം മൂലമോ അത്യാഗ്രഹം മൂലമോ പ്രവർത്തിച്ചാൽ നഷ്ടമായിരിക്കും സംഭവിക്കുക. ക്വസ്റ്റ്യൻസ്. ദയാ ധർമ്മ കെ മൂല ഹേ ക്യാ ആപ് ഇസ് കഥൻ സേ സഹമത് ഹേ ക്യോം? ദയ ധർമ്മത്തിൻ്റെ ആധാരമാണ്. താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? सहमत हूँ क्योंकि दया ही धर्म का आधार है। हमें दया को हमेशा बनाए रखना ज़रूरी है। हमें ദയാലു ഹോന പരം ആവശ്യം ഹേ. യോജിക്കുന്നു. എന്തെന്നാൽ ധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ് ദയ. ഇത് നാം എന്നും കാത്തു സൂക്ഷിക്കണം. നാം ദയാലു ആവുക എന്നത് പരമമായ കർത്തവ്യമാണ്. കബീന ദയാന ചോടിയെ കവീനെ ഏസാ ക്യോം കഹാ ഹോഗ? ദയ ഒരിക്കലും കൈവിടരുത്. കവി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? कवि कहते हैं कि जब तक हमारे शरीर में जीव है तब तक दया का पालन करना चाहिए। दया को छोड़ दे तो धर्म का नाश हो जाएगा. നമ്മുടെ ശരീരത്തിൽ പ്രാണനുള്ള സമയം വരെയും നാം ദയ പാലിക്കണം. ദയ ഉപേക്ഷിച്ചാൽ ധർമ്മവും നശിക്കും. രാജധർമ്മ തന് തീനിക്കർ ഹോയി വെഗഹിനാസ് ഇസസെ ക്യാ താൽപര്യ ഹേ? രാജ്യം, ധർമ്മം, ശരീരം ഇവ മൂന്നും വേഗം നഷ്ടമാകും. ഇതിൻ്റെ അർത്ഥമെന്ത്? देश, धर्म और शरीर तीनों को तुरंत नाश हो जाएगा. मतलब ये है कि आशा या लोभ की वजह से कुछ कार्य करे तो സർവനാശ് ഹോ ജായേഗ. രാജ്യവും ധർമ്മവും ശരീരവും ഇവ മൂന്നും ഉടൻ നശിക്കും. എന്തെന്നാൽ അത്യാഗ്രഹം കൊണ്ടോ ആശ കൊണ്ടോ ചിലത് ചെയ്താൽ സർവനാശം സംഭവിക്കും.